സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തിയതിനു ശേഷം ADGPക്കെതിരെ സ്ഥാനകലനം വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തൊഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഈ ഗവൺമെന്റിനെ ന്യായീകരിച്ച് ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെന്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നറിയാൻ കേരളത്തിലെ സമൂഹത്തിന് ആഗ്രഹമുണ്ട്. ഈ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ നിയന്ത്രണ ശക്തികളിൽ ഒരാളല്ലേ മിസ്റ്റർ PV അൻവർ? ഈ PV അൻവറിലൂടെയല്ലേ ADGPയുടെ ആസ്തിയെ കുറിച്ചുള്ള വിവരം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ശിവശങ്കരനെ പോലെ രണ്ടാം ശിവശങ്കരനാണ് ADGP അജിത് കുമാർ. അപ്പൊ ശിവശങ്കരനെ പോലെ അജിത് കുമാറിനെ എത്തിച്ചതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ ശിവശങ്കരൻ കുറ്റക്കാരനാണ്, മാപ്പ് കൊടുക്കാൻ അർഹതയില്ലാത്ത ആളാണ്. അജിത് കുമാർ കുറ്റക്കാരനാണ്, മാപ്പ് അറിയിക്കുന്ന ആളല്ല. എന്നാൽ ഇവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ മതിയോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ CBIയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം. ശിവശങ്കരനെ പോലെ, അജിത് കുമാറിനെ പോലെ പിണറായി വിജയനെയും തെറ്റ് ചെയ്യിപ്പിച്ച അദൃശ്യ ശക്തികളെ കുറിച്ച് അന്വേഷിക്കാൻ CPIM തയ്യാറാവണം എന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ്.